നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അല്ലേ? തീർച്ചയായും തീർച്ചയായും നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഭാരതരത്ന വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 പേർക്ക് കൂടി. ഈ 3 പേരാകട്ടെ സത്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ലഭിക്കാൻ അർഹത ഉള്ള ആളുകൾ തന്നെയാണ്. അതെ. മുൻ പ്രധാനമന്ത്രിമാരായ പി.വി. നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, കൂടാതെ മലയാളിയായ കേരളത്തിന് അഭിമാനം പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കാർഷിക രംഗത്തെ വിദഗ്ധൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ടത് എം എസ് സ്വാമിനാഥൻ്റെ കാര്യം തന്നെയാണ്. കാരണം മലയാളി ആയതുകൊണ്ടും മാത്രമല്ല ലോകൈകമായ അംഗീകാരം കാർഷിക ഗവേഷണ രംഗത്ത് അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രബന്ധങ്ങൾ വിദേശ സർവകലാശാലകളിൽ വരെ പാഠപുസ്തകങ്ങളും റഫറൻസ് ഗ്രന്ഥങ്ങളുമാണ്. അത്രയും മഹത്തായൊരു വ്യക്തിത്വം, മഹാനായൊരു വ്യക്തിത്വം. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ലൂസ് ടോക്കിൽ പ്രത്യേകമായി ഞങ്ങൾ പരാമർശിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഗ്രോണമിസ്റ്റാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു അഗ്രികൾച്ചറിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു അഗ്രോണമിസ്റ്റാണ് എന്നുള്ള കാര്യം നമ്മളന്ന് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കോട്ടുകൾ മാക്സസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രമുഖമായ ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളടക്കം ഒരു വേള നൊബേൽ സമ്മാനത്തിന് പോലും അദ്ദേഹത്തെ പരിഗണിച്ചതാണ്. ഒരു വേള ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനത്തിന് പോലും അദ്ദേഹത്തെ പരിഗണിച്ചതാണ്. ആ ഒരു വ്യക്തിക്ക്, ആ മഹാനായ ശാസ്ത്രജ്ഞന്, മലയാളി കൂടിയായ ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടിയത് തീർച്ചയായിട്ടും കേരളത്തിന്, മലയാളിക്ക് അഭിമാനിക്കാം. എംജിആറിന് ശേഷം ഒരു മലയാളിക്ക് ഭാരതരത്നം കിട്ടുന്നത് ഡോക്ടർ എം എസ് സ്വാമി ഇപ്പോഴാണ്. അതെ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2 മലയാളികൾ, ഒന്ന് എം ജി രാമേന്ദ്രൻ, എംജിആർ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, പ്രശസ്തനായ സിനിമാ നടൻ. ഏതായാലും ഇപ്പോൾ ഡോക്ടർ എം എസ് സ്വാമിനാഥന് കിട്ടിയിരിക്കുന്നു. ചരൺ സിംഗിനും സത്യം പറഞ്ഞാൽ ചരൺ സിംഗ് അതിശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പാർലമെന്റിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. കാരണം പ്രധാനമന്ത്രി ആയെങ്കിൽ പോലും മതിയായ ഭൂരിപക്ഷം കോൺഗ്രസ് സമയം പിന്മാറി. പിന്നീട് ആദ്യം ജനതാ മന്ത്രിസഭയിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു മൊറാർജി ദേശായിയുടെ കൂടെ. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രധാനമന്ത്രിയായി. അത് വളരെ കുറച്ചു കാലം നീണ്ടു എന്നുള്ളൂ. എന്നാൽ പ്രധാനമന്ത്രിയായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എക്കാലത്തും പോരാടിയ ഒരു വലിയ നേതാവാണ് ചരൺ സിംഗ്. മാത്രമല്ല അദ്ദേഹം ജാട്ട് വിഭാഗക്കാർക്കിടയിൽ അവർ വളരെ അതിശക്തനായ ഒരു വക്താവായിരുന്നു. അതിന്റെ മകൻ അജിത് സിംഗ് കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് RLD, രാഷ്ട്രീയ ലോക്ദൾ. ആ പാർട്ടി ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി വരിക, അവർ വിട്ടുപോയിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ചരൺ സിംഗിനെ പോലുള്ള ഒരാളിനെ ആദരിച്ചത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നമ്മളെ മുൻ പ്രധാനമന്ത്രിമാരെയൊക്കെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഇത്തരം എല്ലാ പുരസ്കാരങ്ങളും ഒരു കുടുംബത്തിലേക്ക് മാത്രമായി പോകുന്നു എന്നുള്ള പരാതി പണ്ട് വ്യാപകമായിട്ട് ഉയർന്നിട്ടുണ്ട്. ഉണ്ട്. നെഹ്റുവിന് കിട്ടി, ഇന്ദിരാഗാന്ധി കിട്ടി, രാജീവ് ഗാന്ധി കിട്ടി. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കൂടെ കിട്ടാനുള്ളൂ. അതെ. പക്ഷെ അന്ന് എത്രയോ മഹാന്മാരായ ആളുടെ പേര് പക്ഷെ അവർ ഒഴിവാക്കി എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതെ. ഇവിടെയാണ് പി.വി. നരസിംഹറാവുവിൻ്റെ ഭാരതരത്ന അദ്ദേഹത്തിൻ്റെ കാലശേഷമാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം പി.വി. നരസിംഹറാവു ഇപ്പോഴത്തെ ഈ നെഹ്റു കുടുംബം എന്ന് പറയപ്പെടുന്ന ആ കുടുംബത്തിന് അനഭിമതനായിരുന്നു പലപ്പോഴും. അതെ, അത് പ്രധാനമായും നമുക്കെല്ലാം അറിയാം. രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ അതറിയാം. 1991 അന്ന് അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. രാജീവ് ഗാന്ധി തന്നെയായിരുന്നു അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. പക്ഷേ അപ്രതീക്ഷിത അദ്ദേഹത്തിന് അങ്ങനെ ഒരു മരണം ഉണ്ടായപ്പോൾ പിന്നെ ആര് എന്ന് നോക്കിയപ്പോൾ നരസിംഹറാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിപ്രഗത്ഭനായ ഒരാളാണ്. ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. കേന്ദ്രത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളില്ല. മാത്രമല്ല 18 ഭാഷകൾ, മലയാളം ഉൾപ്പെടെ വെറും പിന്നെ ഭാഷ അറിയുന്ന ആളല്ല, ആ ഭാഷകൾ പണ്ഡിതനായിരുന്നു. അദ്ദേഹം അതിശക്തനായ ഭരണാധികാരിയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ വിദേശ നയത്തിൽ തന്നെ നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയ ആളാണ് എന്നൊക്കെ ഉള്ള ആ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കാം. മാത്രമല്ല അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ നെഹ്റു കുടുംബത്തിന്റെ പെർമിഷൻ വേണമല്ലോ, അതിന് നടക്കില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ പാർട്ടി പിന്നെ കോൺഗ്രസ് അധ്യക്ഷനും അത് ഒപ്പം പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി. ഒരുപക്ഷെ അവരെന്ന് കരുതിയിരുന്നിരിക്കാം നാളെ ഇയാൾ നമ്മൾക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളാണ്, നമുക്ക് പറയും പോലെ അല്ല ഇയാൾ ഭരിച്ചു തരും എന്ന് തെറ്റിദ്ധരിച്ചാണോ സംശയമുണ്ട്. പക്ഷേ കസേരയിലെത്തി കഴിഞ്ഞപ്പോൾ നരസിംഹറാവു താൻ അതിശക്തനായ ഒരു ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു. അതെ, മാത്രമല്ല UN അസംബ്ലിയിൽ, സെക്യൂരിറ്റി അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ വിപുലമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, വാക്കുകളൊക്കെ എടുത്ത് അമ്മാനാടിക്കൊണ്ട് ഇംഗ്ലീഷിൽ ഒരു പ്രസംഗമുണ്ട്. അത് അന്ന് ദൂരദർശൻ തത്സമയം അത് സംപ്രേഷണം ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇത്രയും ശക്തനായ വാക്കുകളുമായി ഐക്യരാഷ്ട്രസഭയിലൊക്കെ അന്ന് പങ്കെടുക്കുക, പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി അഭിമാനത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള
ഡോക്ടർ NG നായർ, നമ്മുടെ കാലത്തൊരു കുടുംബ സുഹൃത്തായി, അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷനിൽ വളരെ ഉയർന്ന പദവിയിലിരുന്ന ആളാണ്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹം നിരവധി അന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടല്ലോ, പല പ്രധാനമന്ത്രികൾക്കൊപ്പം ജോലിയിട്ടുള്ള ആളാണ്. പക്ഷേ നരസിംഹറാവുവിനെ പോലെ അത്രയും ഷാർപ്പ് ഇന്റലിജന്റ് ഒരാളെ കണ്ടിട്ടില്ല എന്ന്. അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഓരോ വിദഗ്ധരും ഈ പറയുന്നതിലും വിദഗ്ധരായിരിക്കുമല്ലോ, ഇവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിരിക്കും, അതൊന്നും ഇടയ്ക്ക് സംസാരിക്കില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഓരോരുത്തരോടും ഇവർ പറഞ്ഞ വിഷയം ബന്ധപ്പെട്ട് ഇത് കുറിച്ചു വയ്ക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞു. പ്രത്യേക സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പലപ്പോഴും ഈ വലിയ പ്രഗത്ഭരായ പല ആളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയും. കാരണം അത് ചോദ്യം സ്പെസിഫിക് ആണ്. ഈ വേഗമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിന് താല്പര്യമില്ല. കൃത്യ സ്പെസിഫിക് ആയിട്ട് എന്താണ് ഉദ്ദേശിച്ചുള്ളത് സൂക്ഷ്മമായ അതിന് മറുപടി നൽകണം. അപ്പം അങ്ങനെയുള്ള ഭരണാധികാരിയായിരുന്നു. മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ അദ്ദേഹം മൊത്തം മാറ്റിമറിച്ചു. അന്ന് എല്ലാവരും അദ്ദേഹത്തെ ചീത്ത വിളിയായിരുന്നു, ഇയാൾ ആഗോളവൽക്കരണം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തെ നശിക്കാൻ പോകുന്ന സായിപ്പെല്ലാം കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അതിന്റെ ഗുണഫലങ്ങൾ നമ്മളിന്ന് അനുഭവിക്കുകയാണ്. അതെ, ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു നരസിംഹറാവു. തീർച്ചയായിട്ടും അത് നമ്മുടെ തെക്കേ ഇന്ത്യക്ക് അഭിമാനിക്കാം, അങ്ങനെ പറയുകയാണെങ്കിൽ അല്ലേ. അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തെക്കേ ഇന്ത്യക്കാർക്ക് നമുക്ക് അഭിമാനിക്കാം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തോട് കോൺഗ്രസ് കാണിച്ച നെറുകേടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം പോലും ജീവിച്ചിരുന്ന റാവുവിനെ മാത്രമല്ല, മരിച്ച റാവുവിനോട് പോലും അവർ കാണിച്ച അനാദരവും അതിഭയങ്കരമായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഡൽഹിയിൽ അവിടെ ചികിത്സയിലായിരിക്കണം അദ്ദേഹം അന്തരിച്ചത്. സാധാരണഗതിയിൽ വളരെ പ്രമുഖരായ ആളുകൾ, പ്രധാനമന്ത്രിക്കായിരുന്ന ആളുകൾ മരിക്കുമ്പോൾ ഡൽഹി തന്നെയാണ് അവർക്ക് അവരുടെ ശവകുടീരം അവിടെ ഒരുക്കുന്നതിനുള്ള ഒരു സ്മാരകം പോലെയൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. പക്ഷേ അതിന് അന്ന് കോൺഗ്രസ്സാണ് ഇന്ത്യ ഭരിക്കുന്നത്, അവർ അനുമതി കൊടുത്തില്ല, അവർ സമ്മതിച്ചില്ല. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ ആന്ധ്രയെ കൊണ്ട് ഇടയ്ക്കാൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഭയങ്കര ക്രൂരമായിപ്പോയി. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ ഭൗതിക ദേഹം AICC ഓഫീസിൽ കൊണ്ടുവന്ന് പൊതുദർശനം വയ്ക്കാനായിട്ട് സമ്മതിച്ചില്ല. മരിച്ച ആളുടെ അടുത്ത് പോലും മൃതദേഹത്തോട് പോലുമുള്ള അനാദരവ് എന്ന് നമ്മൾ പറയില്ലേ, ശരിക്കും അതൊക്കെ IPC സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്, മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നതൊക്കെ. അപ്പോൾ അത്രയും നിഷ്കാസിതനായ ഒരു നേതാവിന് BJP ഭരിക്കുമ്പോൾ, NDA ഭരിക്കുമ്പോൾ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ഭാരത് രത്ന പോലെ രാജ്യത്തെ പരമോന്നത പുരസ്കാരം നൽകുന്നത്, ഒരു വേള രാഷ്ട്രീയം എന്ന് നമുക്ക് ചിന്തിക്കാം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നും വേണമെങ്കിൽ ചിന്തിച്ചോളൂ, പക്ഷേ അത് കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അത് പ്രധാനമാണ്. ആ യോഗ്യത മനസ്സിലാക്കിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു മോശം പ്രധാനമന്ത്രി ആയിരുന്നില്ല, ഒരിക്കലും. നമ്മുടെ ഇന്ത്യയുടെ ഭാഗതയെ മാറ്റിമറിച്ച ഒരു വലിയ പരിഷ്കാരങ്ങൾ പലതും കൊണ്ടുവന്ന ആളാണ് നരസിംഹറാവു. അതെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് അത് ഈ ബാബറി മസ്ജിദ് താർന്ന സംഭവം വന്നപ്പോൾ കോൺഗ്രസിൽ ആരും അദ്ദേഹത്തെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. എല്ലാവരും അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, അന്ന് തടഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിച്ചതിന് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അത് പുറത്തുവിടാവുന്നു പറഞ്ഞ പ്രസിദ്ധീകരിക്കാവുന്നു. അത് അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കെതിരെ യാതൊരു കാര്യമില്ല, അതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം വളരെ തെളിവ് സഹിതം അദ്ദേഹം പറയുന്നുണ്ട് കാര്യങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഈ രാജകുടുംബത്തിന്റെ, അതായത് നെഹ്റു കുടുംബത്തിന്റെ വിരോധം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അയാളെ കാര്യം കഷ്ടമാണ്. നരസിംഹറാവു ആയതുകൊണ്ട് 5 വർഷം പിന്നെ തീർത്തു ഭരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് നമുക്കറിയാം നരസിംഹറാവു മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്നു. അതിനെ നേരിടാൻ അതിശക്തമായി അന്ന് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. കെ കരുണാകരനൊക്കെ ആയിരുന്നു അന്ന് അത് അവിടെ പോയിട്ട് അത് ഏകോപിച്ചത്. മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അന്ന് കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്ന് ഒരുപാട് ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു ഭരണകർത്താവായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തിൽ. എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോടെ ചെയ്യുന്ന, ഒരുപാട് ചിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഗോഷ്ഠികളും ഈ ജാടയൊന്നും കാണിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന് മരണാനന്തരമെങ്കിലും കോൺഗ്രസ്സുകാരോ ചെയ്തില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എതിർദിശയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തു എന്നുള്ളത് വലിയ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. നമ്മുടെ വിഷയം ഇന്ന് വേറൊന്നുമല്ല, എക്സാലോജിക്കിൻ്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ വിഷയം. പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്. അപ്പോൾ കേരളത്തിൽ ഹൈക്കോടതിയുണ്ട്, മറ്റ് കോടതികളുണ്ട്. പക്ഷേ SFIO അന്വേഷണം റദ്ദാക്കണം, തടയണം എന്നാവശ്യപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് ഹർജി കൊടുത്തിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിലാണ്. ഇന്നലെ നമ്മൾ ലൂസ്റ്റോക്ക് എടുത്തതിന് ശേഷമാണ് ഈ സംബന്ധിച്ച വാർത്ത വന്നത്. അതെ, ലൂസ്റ്റോക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ വന്നത്. അതുകൊണ്ട് അത് പരാമർശിക്കാൻ പറ്റിയില്ല. അതിനകത്ത് കുറേ ഗുട്ടൻസ് ഉണ്ട്. അതായത് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനി ഉടമയുടെ കമ്പനി പൂട്ടിപ്പോയി. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് പാളയം AKG സെൻറ്റർ തിരുവനന്തപുരമാണ്. അപ്പം അന്വേഷണം അങ്ങോട്ട് നീളാതിരിക്കാൻ, അല്ലെങ്കിൽ CPMലെ മറ്റ് നേതാക്കളിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ അന്വേഷണം എത്താതിരിക്കാൻ
AKG സെന്ററിൽ കയറി അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ട ഒരു തടയിടൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. നല്ല നിയമജ്ഞന്മാരെ കണ്ടതിന് ശേഷം വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ അതെ അതെ. കാരണം കർണാടക ബംഗളൂരു ഇവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം ബംഗളൂരു കേന്ദ്രീകൃതമായി തന്നെ കർണാടകയിൽ ഈ വിഷയം ചർച്ചയായാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. കേരളത്തിൽ ചർച്ചയാകുന്നത് പോലെ പ്രശ്നം അവിടെ ഇല്ല. കാരണം ജനകീയമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലല്ലോ കർണാടകത്തിൽ. അഡ്രസ് അവിടത്തതാകുമ്പോൾ ഇനി മുതൽ എല്ലാ കമ്മ്യൂണിക്കേഷനും അങ്ങോട്ട് അതെ അതെ. അതല്ലെങ്കിൽ ഇപ്പൊ ക്ലിഫ് ഹൗസിൽ കയറുമോ, അതല്ലെങ്കിൽ പമ്പയിൽ കയറുമോ, റിയാസിന്റെ പമ്പയിൽ മുഹമ്മദ് റിയാസ് ക്ലിഫ് ഹൗസിനടുത്ത് തന്നെയാണ്. അതെ. അപ്പൊ അവിടെ കയറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും ഉയർത്തിയിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കം നടത്തിയത്. അപ്പം ഇനിയിപ്പം അവിടെ കയറാനുള്ള സാധ്യത വിരളമാണ്. അല്ലെങ്കിൽ നിയമപരമായി അവിടെ കയറാനുള്ള ഒരു അധികാര പരിധി SFIO എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഇനിയിപ്പോൾ ഹൈക്കോടതി തടയുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഗുണകരമായി ഭവിക്കും. അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതെ അതെ, അന്വേഷണം തന്നെ റദ്ദാക്കണമെന്നാണ്. അതെ, അന്വേഷണം തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെടുമ്പോൾ മനസ്സിലാക്കുക, ഇപ്പോൾ നമുക്കെതിരെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും സ്വാഭാവികമായിട്ട്. ഇതെന്തെങ്കിലും ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ തടയിടാൻ ശ്രമിക്കുന്നത്, ഇത് വിലക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM പാർട്ടി അണികൾക്കിടയിലും അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പം ഈ സാധാരണക്കാരായ പ്രവർത്തകർ പലരും മുതിർന്ന നേതാക്കളോട്, ബ്രാഞ്ച് സെക്രട്ടറിമാരോടോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരോടോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ ഉത്തരം മുട്ടുകയാണ്. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, അതായത് ജനങ്ങളെയും പാർട്ടി അണികളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരങ്ങൾ പഠിപ്പിച്ച് വിട്ട ഒരു ക്യാപ്സ്യൂൾ കൊടുത്ത് കേഡർമാരെ വിട്ടിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, അപ്പം ജനങ്ങളെയും ബോധിപ്പിക്കണം, പാർട്ടി പ്രവർത്തകരെയും ബോധിപ്പിക്കണം. പണ്ട് ബുക്ക്ലെറ്റ് ഒക്കെ ഇറക്കി വീടാന്തരം ശബരിമല വിഷയത്തിലും കേരള വിഷയത്തിലുമൊക്കെ ചേട്ടൻ കണ്ടിട്ടില്ലേ? അപ്പം അതിന് പകരമായിട്ട് ഇപ്പം ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ടീമിനെ സജ്ജമാക്കിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. AKG സെന്ററിൽ നിന്ന് പ്രത്യേകമായി ആളുകൾ പോയി ട്രെയിനിങ് കൊടുത്തു. സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നേതാവിന്റെ കുടുംബാംഗങ്ങളെ റോഡിലിറങ്ങി നാട്ടുകാരത്ത് ന്യായീകരിക്കാൻ നടക്കുക എന്നുള്ള പ്രശ്നം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ ചിലപ്പോൾ വീഴ്ചകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവർ ഇപ്പം ഈ പറഞ്ഞതുപോലെ ലഘുലേഖ കൊണ്ട് നടന്ന് വിശദീകരിച്ചിരിക്കാം. പക്ഷെ നേതാവിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചും കൂടെ പറയാറുണ്ട്. മാത്രമല്ല അതിൽ ഒരു ക്യാപ്സ്യൂൾ, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായില്ലേ, അതിൽ ഇടപെടാത്ത എന്ത്, ഇതിൽ മാത്രം എത്ര ഇടപെടുന്നു എന്ന് ചില സഖാക്കൾ ചോദിച്ചു. അപ്പം അതിന് നല്ല മറുപടിയാണ് കേട്ടോ, നല്ലൊരു ക്യാപ്സ്യൂൾ അത്. അതായത് അത് കള്ളപ്പണവും മയക്കുമരുന്നുമാണ്. അപ്പം ആ വിഷയത്തിൽ പാർട്ടി ഇടപെട്ട് കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മോശം വരില്ലേ? ഇതങ്ങനെയല്ല. ഇതൊരു കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കമ്പനികാര്യ വകുപ്പാണ്. ഒരു ബിസിനസ് തുടങ്ങി, മുഖ്യമന്ത്രിയുടെ മകൾ ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ അവർക്ക് നഷ്ടം പറ്റി, അല്ലെങ്കിൽ അവർ കടം വാങ്ങി, അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലുമൊക്കെ സഹായങ്ങളും ലോണുകളും ഒക്കെ കൊടുത്തു. ആ കമ്പനി വൈൻഡപ്പ് ചെയ്തു. അതേ ഉള്ളൂ. പക്ഷേ മറ്റേതങ്ങനെയല്ല. കള്ളപ്പണ ഇടപാടുണ്ടോ, മയക്കുമരുന്ന് ഇടപാടുണ്ടോ, അതുകൊണ്ട് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഖാവ് കോടിയേരിയുടെ മകനെ നമുക്ക് പാർട്ടി പ്രത്യക്ഷമായി സംരക്ഷിക്കാതിരുന്നത് എന്ന ഒരു ക്യാപ്സ്യൂൾ കിട്ടിയിട്ടുണ്ട്. ക്യാപ്സ്യൂൾ ഒരു സഖാവിനെ വിളിച്ച് പറഞ്ഞത് കേട്ടോ. അല്ല, ഈ ക്യാപ്സ്യൂളിൻ്റെ കാര്യം അല്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഒരു സുഹൃത്ത്, എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ്, ഒരു വലിയ സഖാവാണ്. ആ സഖാവ് എന്നെ വേറൊരു കാര്യത്തിന് വിളിക്കുന്നത്. അപ്പം ഞാൻ ആ സഖാവിനോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊരു നല്ലൊരു ക്യാപ്സ്യൂൾ അല്ലേ, ഇതിപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളാണ് എന്നാണ് സഖാവ് പറഞ്ഞത്. സഖാവ് വളരെ ആവേശത്തോടെയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 90 വയസ്സായ അമ്മമാർ പോലും ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കണം പെൻഷൻ കിട്ടാത്തതിന്റെ. അതെ, വേറെ അമ്മിണി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് കാലിന് വയ്യ, അവർ തീരാ രോഗിയാണ്, മാറാ രോഗിയാണ്, അവർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വയസ്സായവർക്ക് ഇതിപ്പം പുറത്തിറങ്ങി വന്നവർ മാത്രമാണ്, അങ്ങനെ വരാത്തവരും അതിനുപോലും കഴിവില്ലാത്തവർ എത്ര പേരുണ്ടാവും ചേട്ടാ? തീർച്ചയായും ഈ ക്യാപ്സ്യൂളും കൊണ്ട് ചെല്ലുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്കാണ് നമ്മൾ ഓർക്കണം. അതുള്ള പണ്ടത്തെ പോലെയല്ല, അവരെ എല്ലാവരും ഈ ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ, നമ്മളെ മറിയക്കുട്ടി അമ്മയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പൊന്നമ്മ ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും ഈ സമൂഹത്തിൽ ഇവിടെ നാട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉള്ളവരാണ്. അതല്ലാതെ വെറും വീട്ടമ്മമാരോ ലോക പരിചയമില്ലാത്തവരൊന്നും അല്ല അവർ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ നാട്ടിൽ ജനങ്ങൾക്ക് ആളുകൾ വിവരം വെച്ചു എന്ന് പണ്ട് മറ്റേ സന്ദേശ സിനിമയിലെ ബോബി കൊട്ടാരക്കര കഥാപാത്രം പറയില്ലേ, ആണ് സംഭവിച്ചത്. എൻ്റെ ചേട്ടൻ്റെ ഒരു സുഹൃത്ത്, ഒരു മാധ്യമപ്രവർത്തനുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തന, പേര് പറഞ്ഞില്ല. അദ്ദേഹത്തിന് അമ്മയ്ക്ക് 90 വയസ്സിന് അടുപ്പിച്ചായി. ഇപ്പോഴും നമ്മുടെ വാർത്തകളൊക്കെ പുള്ളി കാണുന്നതിനേക്കാൾ കൂടുതൽ അവരാണ് കാണുന്നത്, ആ അമ്മയാണ് കാണുന്നത്. അവർ റിട്ടയർഡ് HM ആണ്, ഹെഡ് മിസ്ട്രസ് ആണ്. ഇപ്പോൾ വളരെ സജീവമാണ്, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വളരെ സജീവമാണ് ആ അമ്മ, വളരെ കാര്യമായിട്ട്. അപ്പം പ്രായമുള്ളവരും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അല്ല അങ്ങനെയുള്ള ആളുകളെ അടുത്തേക്ക് ചെന്ന് ഇതുപോലെ ഞങ്ങൾ എന്തുകൊണ്ടാണെന്നൊക്കെ ന്യായീകരിക്കുമ്പോഴേ പറഞ്ഞതുപോലെ അവിടുന്ന് ഈ ക്യാപ്സ്യൂൾ കൊണ്ട് ചെല്ലുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും. മാത്രമല്ല സഖാക്കൾക്കിടയിൽ ഈ എക്സാലോജിക്ക് വലിയ സംഭവമായിട്ടുണ്ട്. അതായത് എക്സാലോജിക്കിന്
അനധികൃതമായി പല ഏജൻസികളിൽ നിന്നും പല സഹായങ്ങളും കിട്ടി എന്ന ഒരു പരാതി നേതാക്കൾക്കുണ്ട്. പിന്നെ ചില ആളുകൾക്ക് വിഹിതം കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതിയുണ്ട്, കുറച്ചുകൂടെ മുതിർന്ന നേതാക്കൾക്ക്. അതിപ്പോൾ ഏതായാലും കിട്ടൂല. എന്നാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ഇവർ ആളുകളുടെ അടുത്ത് എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? കാരണം ഈ നാട്ടിൻപുറത്തുള്ള പാർട്ടി നേതാക്കളോട് നാട്ടുകാരായിരിക്കും ചോദിക്കുക, നിങ്ങളുടെ സഖാവിൻ്റെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നയാളുടെ മകൾ ഇങ്ങനെയല്ലേ, നാണമുണ്ടോ സഖാവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഉത്തരം മുട്ടുകയാണ്. ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുതിയ ക്യാപ്സ്യൂളുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അതൊക്കെ റെഡിയാവും. അതെ, അത് കഴിഞ്ഞ ദിവസം ആരോ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയിരുന്നു, ഏതോ വേദിയിൽ EMS പ്രസംഗിക്കാൻ വന്ന കാര്യം. കേരളത്തിലല്ല, മറ്റേതോ സ്റ്റേറ്റിലോ മറ്റോ ആണ്. അപ്പോൾ അവർ അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടെ നോക്കരുത്. അന്ന് ഇത് മുഖ്യമന്ത്രിയാണ്, ഒരു അരക്കെ ഷർട്ടിട്ട് ഒരു ഒറ്റ മുണ്ടെടുത്ത് സാധാരണ മുണ്ടെടുത്ത ഒരു മനുഷ്യൻ വന്ന് വരികയാണ്. ഇദ്ദേഹമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കമ്മ്യൂണിസ്റ്റ് ഭരണ തിരികെ നമ്മുടെ നാട് ആദ്യമായി ലോകത്താദ്യം ബാലറ്റ് പേപ്പർ കൂടെ അധികാരത്തിലേറിയത്. ഈ മറ്റുള്ള അവർ കരുതിയിരുന്നത് ഇത് ഏതോ ഒരു ഭയങ്കര ഫെഡറൽ കാസ്റ്ററൊക്കെ പോലെ ഇരിക്കുന്ന ഒരാളാണ്, ഭയങ്കര സെക്യൂരിറ്റിയിലൊക്കെ വന്ന ഒരു നല്ലൊരു മനുഷ്യൻ വന്ന് ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുമ്പോൾ ആൾ ആദരവോടെ അദ്ദേഹത്തെ നോക്കുന്ന കാര്യം ഇടയ്ക്ക് ആരോ സമൂഹ മാധ്യമങ്ങൾ എഴുതിയിരുന്നു. മറ്റു സ്റ്റേറ്റിലെവിടെയാണ്, കേരളത്തിലല്ലേ. അതുപോലെയാണത്. ഈ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു വലിയ പ്രഹേളികയായിട്ട്, ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു എനിഗ്മയായിട്ട്, ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു പ്രതിഭാസമായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് കൃത്യമായിട്ട് ആരും പറയുന്നില്ല. ആകെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കളടക്കം പറയുന്നത് രാഷ്ട്രീയ പ്രതികാരം, പകപോക്കൽ, ആ രീതിയിൽ ഏക്കൂല. അതിപ്പോൾ കഴിഞ്ഞ ദിവസം അമിത്ഷാ മനോരമയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിനകത്ത് പറഞ്ഞു, എന്ത് നടപടിയെടുത്താലും ഉടനെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയും. അതുപോലെ തന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ പറയും ഒന്നും ചെയ്തില്ല എന്ന്. അപ്പം ഇത് രണ്ടും ഏത് രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി ചോദിച്ചത്. നമ്മുടെ നാട്ടിൽ ഏത് വലിയ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലെ തൊന്തര വേറെ ഇല്ല. കാരണം ഈ പോലീസുകാർ ഇറങ്ങി ക്രമസമാധാനം അങ്ങോട്ട് പാലിക്കാൻ തുടങ്ങി അവിടെ പോലീസ് അട്രോസിറ്റിയാണ്, പോലീസ് രാജ് ഇവിടെ പോലീസ് രാജ്. നേരെ തിരിച്ചാണെങ്കിലോ ഇന്നിക്ക് എല്ലാ കുഴപ്പങ്ങളും നടക്കുന്നത് പോലീസിന്റെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു. പോലീസ് നിർവീര്യമായി നിൽക്കുന്നു, കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. പോലീസ് ഇടപെടലുണ്ടായില്ല, ഉത്തരവാദിത്തമില്ലാത്ത പോലീസ് സർവീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ഇത് കടിച്ചതും വയ്യ, എന്താണ് നമ്മൾ പറയില്ലേ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയാണ്. ഇതിപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയല്ലോ, ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതിന് അല്ലെങ്കിൽ തടയൽ ഹർജി ഈ രീതിയിൽ ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞ് കൊടുത്തതിന് ഇതിൻ്റെ നിയമസാധുതകൾ തേടിക്കൊണ്ട് തന്നെയാണ്. ഒരു വേള SFIOയ്ക്ക് അതിന് ചെറിയ തോതിലുള്ള ഒരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഇന്ന പ്രദേശങ്ങളിലേക്ക് അവരുടെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ട എന്ന് വേണമെങ്കിൽ കർണാടക ഹൈക്കോടതിക്ക് ഉത്തരവിടാം. പക്ഷേ കോടതിയുടെ റീസണിങ്ങും കാര്യങ്ങളും നോക്കിയല്ലേ അത്തരം വിധികൾ. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഏജൻസിയാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അധികാരങ്ങളുള്ളതാണ്. അപ്പോൾ അവരുടെ അധികാരത്തിലേക്ക് കടന്നു കയറാനൊന്നും കോടതി എന്തായാലും ശ്രമിക്കില്ല. പിന്നെ കഴിഞ്ഞ ദിവസം KSADC കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയുണ്ട്. അപ്പം അതിൽ സ്റ്റേ കിട്ടിയില്ലല്ലോ. അപ്പം അതുകൂടി ഒരു വേള ഭയപ്പെടുന്നു ചോദിച്ചു. അതുകൂടി ഒരു വേള പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഹർജികളൊക്കെ തള്ളാനുള്ള സാധ്യതയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ തടയിട്ട് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. KSADC അങ്ങനെ തന്നെയായിരുന്നു. കൊടുത്തു നോക്കാം. വലിയ വക്കീല ഹാജരായത്, വൈദ്യനാഥൻ എന്ന് പറഞ്ഞ CS വൈദ്യനാഥനാണ് ഹാജരായത്. അപ്പം നമ്മുടെ ചിദംബരം ഒക്കെ ആ കേസിലൊക്കെ തന്നെ ഹാജരായ വക്കീലാണ്. അപ്പം ഏത് വക്കീലിനെ ഹാജരാക്കിയാലും ആര് വന്ന കേസ് വാദിച്ചാലും അതിൻ്റെ നിജസ്ഥിതിയും കാര്യങ്ങളും മനസ്സിലാക്കി മാത്രമേ ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനത്തിലെത്തൂ. എന്തായാലും എന്ത് നിയമവശം നോക്കിയാലും. അപ്പം എക്സാലോജിക്ക് വീണ്ടും സങ്കീർണമായ വിഷയങ്ങളിലേക്ക് പോവുകയാണോ അതോ ഈ ഒരു ഹർജിയോടുകൂടി അങ്ങ് എസ്കേപ്പ് ആവുമോ, രക്ഷപ്പെടുമോ എന്നാണ് ഇപ്പം പേരിൽ തന്നെ ലോജിക്കുണ്ട്. ലോജിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടത്. അത് തന്നെ ഇപ്പൊ നിലവിൽ വരുന്ന ഒരു കാര്യത്തിൽ ഒരു ലോജിക്കും ഇല്ല. ഇവർ പറയുന്നത്, സർക്കാർ പറയുന്നതോ പാർട്ടി പറയുന്നതോ ഒന്നും ഒരു ലോജിക്കും ഇല്ല. ഇത് പറയേണ്ട ആള് വീണ വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അവരിതൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ആ പടം ഇപ്പം ഒരു ട്രോളായി മാറുകയും ചെയ്തു. ഈ പെൻഷൻ പൈസ കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി എന്നുള്ളത്. അതെ, 78 ലക്ഷം രൂപയാണോ പെൻഷൻ കിട്ടിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും പോസ്റ്റുകൾ ഇടുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തൊരു മാധ്യമപ്രവർത്തകനുണ്ട്. അദ്ദേഹം കമലാ വിജയൻ്റെ ശിഷ്യനാണ്. അപ്പം എൻ്റെ ടീച്ചർക്ക് എവിടെ നിന്ന് കിട്ടിയ 78 ലക്ഷം രൂപ എന്ന് ചോദിച്ച് ശിഷ്യന്മാർ തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട് ഇപ്പം. അന്നത്തെ കാലത്ത് പെൻഷൻ പറ്റി എല്ലാം കൂടെ കിട്ടി തുകയെല്ലാം കൂടെ കൂടി വന്നാൽ 10-20 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുള്ളൂ എത്ര സർവീസ് ഉണ്ടെങ്കിലും. അപ്പം ഇപ്പം തന്നെ കിട്ടില്ല 78 ലക്ഷം രൂപ, എത്ര ഉയർന്ന പോസ്റ്റ് ഇരുന്നാൽ പോലും. അപ്പം അന്നൊക്കെ എത്ര കിട്ടി എന്നുള്ളതാണ്. 1 ലക്ഷം രൂപയെ മുടക്കിയിട്ടുള്ളൂ വീണ വിജയൻ കയ്യിൽ നിന്ന് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പുറത്തുവിട്ട രേഖകൾ അനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഷോൺ ജോർജും PC ജോർജും BJP തന്നെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരിതിന്റെ പുറകെ ഒന്ന് പൊയ്ക്കോളും. പക്ഷേ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ ഈ മടിയിൽ കനമുള്ള ആളിന് പേടിക്കേണ്ട കാര്യം, മടിയിൽ കനമുള്ള ആൾക്കേ പേടിക്കേണ്ട കാര്യമുള്ളൂ. മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മടിയിൽ കനമില്ലായിരിക്കും, മടിയിൽ കനം കാണും.
നമുക്കറിയില്ല, ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്, അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. സാധാരണ ജനങ്ങളാണെങ്കിൽ പോലും നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ പ്രായമുള്ളവരാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇന്ന് വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന, വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഒളിച്ചു വെക്കൽ പരിപാടികൾ നടക്കില്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യും, ജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാകും, ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, സഖാക്കന്മാർ പോലും ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ചേട്ടാ, ഒരു സംശയം ഞാൻ രാവിലെ ചോദിച്ചാൽ ചേട്ടനോട്, CPI എന്താണ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ, ഈ വിഷയത്തിലൊന്നും എന്താ പ്രതികരിക്കാത്തത്? ബിനോയ് വിശ്വം അതിശക്തനായ നേതാവല്ലേ? സാധാരണ ആമസോണിൽ തീ പിടിക്കുമ്പോഴൊക്കെയാണ് പ്രതിഷേധിക്കാറുള്ളത്. എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു അത്തരം വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങളാണ് അവർ കൂടുതൽ അവർക്ക് താല്പര്യം തോന്നുന്നത്. അല്ല, ഇവിടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ ഒരു, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ CPI പോലൊരു പാർട്ടി ഒരു ചെറിയൊരു പത്രപ്രസ്താവനയെങ്കിലും ഇറക്കണ്ടേ, ഒരു പത്രക്കുറിപ്പെങ്കിലും ഇറക്കണ്ടേ? ഏത് രാഷ്ട്രീയ പേരെന്ന് പറഞ്ഞോട്ടെ, ഇനിയിപ്പോ നാളെ LDF-ന്റെ യോഗം ഉണ്ട് കേട്ടോ. നാളെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഏകദേശ ധാരണയാവുമെന്ന് കേൾക്കുന്നു. പാർലമെന്റ് ഇലക്ഷൻ ഇപ്പോൾ 15 സീറ്റിൽ നമ്മുടെ CPM-ഉം 4 സീറ്റിൽ നമ്മുടെ CPI-യും മത്സരിക്കുമെന്നും 1 സീറ്റിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് M മത്സരിക്കുന്നതാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. സീറ്റുകളുടെ ആ ഒരു ക്രമത്തിൽ മാറ്റമില്ല, പക്ഷേ ആരൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നാളെ ചർച്ചയാകും. പിന്നെ CPM-ന്റെ യോഗവും നടക്കുന്നുണ്ട്, CPI-യുടെ യോഗവും പ്രത്യേകമായി നടക്കുന്നുണ്ട്. ഇന്ന് CPI-യുടെ തുടങ്ങി. അപ്പം സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കും. M സ്വരാജ്, KK ശൈലജ, തോമസ് ഐസക്ക്, അങ്ങനെ കുറേ പേരുകൾ കേൾക്കുന്നുണ്ട്. പത്തനംതിട്ട പണി തുടങ്ങിക്കഴിഞ്ഞു ഐസക്ക് എന്നാണ് കേൾക്കുന്നത്. പിന്നെ ശൈലജയെ റിസർവിൽ വെച്ചിരിക്കുക, കാരണം കണ്ണൂരെ വിഷയമുണ്ടല്ലോ. കണ്ണൂർ സുധാകരനില്ലാതെ ആരും എന്നാലും ജയിക്കുകയില്ല കോൺഗ്രസ്. അപ്പം അങ്ങനെ വരുമ്പോൾ സുധാകരൻ നിൽക്കാൻ ചിലപ്പോൾ ACC ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ ശൈലജയെ അങ്ങോട്ട് നിർത്താനുള്ള പരിപാടിയാണെന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേയിൽ, ഇതിൻ്റെ കൂടെ ആണോ സംശയമുണ്ട്, അതൊരു ഏജൻസി നടത്തിയ സർവേയിൽ കേരളത്തിൽ LDF-ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത്. LDF-ന്റെ ആ നില വീണ്ടും പരിങ്ങലിലാകും എന്നുള്ളതാണ്. ചിലപ്പം 1-2 സീറ്റോടെ കൂടുതൽ കിട്ടിയേക്കും അല്ലേ? എല്ലാ സർവേകളും നോക്കാൻ കൃത്യമായി പറയാൻ പറ്റില്ല, കാരണം സമയമുണ്ട് തെരഞ്ഞെടുപ്പിന്. എപ്പോഴും ഇലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ രീതികളൊക്കെ തന്നെ ഏതാണ്ട് തെരഞ്ഞെടുപ്പുമായി ഇങ്ങോട്ട് കുറച്ച് അടുത്തെത്തുമ്പോഴായിരിക്കും അതിൽ ചില മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവാറ്. ഞങ്ങൾ മറുനാടൻ്റെ സർവേ വരുന്നുണ്ട്, അത് കേൾക്കണം. സർവേയുടെ പരിപാടികളൊക്കെ തന്നെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിയിക്കാം. കാരണം ഇപ്പോഴേ തുടങ്ങിയെങ്കിലേ അന്നേരത്തെ ആകുമ്പോഴേക്കും ഒരു സർവേ ഫലം വരുള്ളൂ. അതെ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വിവാദങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കാരണം എന്തിനാ ഇവർ ബാംഗ്ലൂരിലുള്ള ഹൈക്കോടതിയിൽ പോയി എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? അപ്പോൾ ഈ നേരത്തെ മുഖ്യമന്ത്രി പറയുമ്പോൾ മടിയക്കാനത്തിൻ്റെ ആണോ വിഷയം എന്നുള്ളത് അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. കാരണം ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഉത്തരം പറയാൻ നിർബന്ധിതരാണ്. തീർച്ചയായും നമ്മുടെ ചില മന്ത്രിമാർ അത് നിങ്ങളുടെ പറയേണ്ട കാര്യമില്ലാന്ന് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞിട്ട് ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് നിങ്ങളുടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുന്നു. ജനാധിപത്യമാണ് എന്നുള്ള കാര്യം മന്ത്രിക്ക് ഓർമ്മയില്ലയോ എന്ന് സംശയമുണ്ട്. അതല്ല, മാധ്യമപ്രവർത്തക കൂടിയായ മന്ത്രിയാണത്. പല മന്ത്രിമാരും പറയുന്നതാണ് നിങ്ങളുടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ്. പിന്നെ ആരുടെ അടുത്താണ് പറയേണ്ടതെന്നുള്ളത് പ്രസക്തമായ ചോദ്യം. ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് നമ്മൾ ഒന്ന് വിലയിരുത്തിയത്. അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ പോലെ ഭാരതരത്ന ലഭിച്ച അവരൊക്കെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അതിന് മുൻകൈ എടുത്ത പ്രധാനമന്ത്രിയെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് നമ്മൾ അഭിനന്ദിക്കണം. അടുത്ത പറഞ്ഞ എക്സാലോജിക്കിന്റെ വിഷയമാണ്. എക്സാലോജിക്ക് പുതിയ തന്ത്രങ്ങൾ മെനയുന്നു. രക്ഷപ്പെടാൻ പറ്റുമോ? കോടതിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. എന്നാൽ പോലും അത്തരത്തിലുള്ള ചില നടപടികൾ, ചില തന്ത്രങ്ങൾ, ചില ഗൂഢതന്ത്രങ്ങളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്തായാലും SFIO അന്വേഷണം തുടരും. കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതിന് ശേഷമായിരിക്കും ബാക്കി നടപടികൾ അല്ലേ? തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്താണ് ഈ ദിവസങ്ങളിൽ സംഭവിക്കാനുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരളത്തിൽ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും. നമസ്കാരം.